ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റീനെ നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കെ ഇ ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത്. അതായത് ഫസ്റ്റത്തെ ഓരോ ഇക്വേഷൻ അനുസരിച്ച് ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 ഓരോ ഇക്വേഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കി. എ കമ്പനി പ്ലാൻസ് ടു ഇഷ്യൂ 1000 ന്യൂ ഷെയർസ് ഓഫ് ₹100 at par. The flotation costs are expected to be 5% of the share price. The company pays a dividend of ₹10 per share initially. ഫസ്റ്റ് കൊടുത്ത ഡിവിഡൻഡ് 10 രൂപ. ആൻഡ് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. സോ ഗ്രോത്ത് ഉണ്ട്, അപ്പോൾ ഡിവിഡൻഡ് ഗ്രോത്ത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. In dividend is expected to be 5%. Compute the cost of new equity share. First question. If the current market price of an equity share is 150 ആണെങ്കിൽ calculate cost of existing equity share. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, എൻ പി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസാണ് തരണമെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രൊസീഡ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് ഉപയോഗിക്കും. നേരെ ഇക്വേഷനിൽ എഴുതല്ലോ. ഡിവിഡൻഡ് 10 ഡിവൈഡഡ് ബൈ എൻ പി. 100 രൂപയുടെ ഷെയറാണ്. അതിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5 രൂപയാണ്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇപ്പം കിട്ടാനായിട്ട് 100ൻ്റെ 5%, 5 രൂപ. 100ൽ നിന്ന് 5 കുറച്ച് 95 ഇൻറ്റു 100 പ്ലസ് ഗ്രോത്ത് 5% കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15.53. ഇനി കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 150. 10/150 ഇൻറ്റു 100 പ്ലസ് 5% 11.67. ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലം ഇക്വേഷൻ പഠിക്കലാണ് ഈ പ്രോബ്ലത്തിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പിന്നെ പ്രോബ്ലം വായിച്ചിട്ട് ഏത് മെത്തേഡ് വേണം. അപ്പോൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഗ്രോത്ത് പ്ലസ് മെത്തേഡാണെന്ന് നമുക്ക് മനസ്സിലാവണം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയത്. ഷെയർ ഓഫ് എ കമ്പനി ആർ സെല്ലിംഗ് അറ്റ് ₹80 per share and the company had paid a dividend of ₹8 per share last year. The investors expected a growth of 5%. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാം. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് 7% ആണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാണാം. തല തിരിച്ചിട്ടാണ് അല്ലേ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ചെയ്തേക്ക് നോക്കുക. KE D1 പ്ലസ് ഗ്രോത്ത് ഇടാം നമുക്കപ്പോൾ. ഗ്രോത്ത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഗ്രോത്ത് 5% പെർ ഇയർ ആണ്. 8ൻ്റെ 5% എന്ന് പറയുമ്പോൾ 40 പൈസ അല്ലേ? 5%. അതായത് ഡിവിഡൻഡ് എത്രയാണോ കിട്ടണേ അതിൻ്റെ 5% എല്ലാ വർഷവും ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ആ വർഷത്തെ ഡിവിഡൻഡ് എത്രയായിരുന്നു? 8 രൂപ. 8 രൂപേൻ്റെ 5% എന്ന് പറയുമ്പോൾ 40 പൈസ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡ് 8.4 അല്ലേ? 8 രൂപ പ്ലസ് 40 പൈസ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 5% ഗ്രോത്ത്. ദെൻ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും ഗ്രോത്തിൽ അവിടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേൽ നോക്കി നമുക്ക് മാർക്കറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 7% ഗ്രോത്താണ്. അപ്പോൾ 8ൻ്റെ 7% എന്ന് പറയുമ്പോൾ 5.6. അപ്പോൾ 8.56 ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. D1 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ജി ഇട്ടിട്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബ്ലത്തിൽ എന്താണോ തന്നിരിക്കുന്നത്, ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ എന്താണോ തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എക്സ് ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഇൻ ദി ലാസ്റ്റ് 5 ഇയർ. ഡിവിഡൻഡ് പെർ ഷെയറും ഉണ്ട്. 5 വർഷത്തിൽ തന്നിട്ടുണ്ട്. ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ് യൂസിങ് ദ എബവ് കാൽക്കുലേറ്റ് ഗ്രോത്ത് റേറ്റ് കാണാം. കോസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് 135 ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറിൻ്റെ കോസ്റ്റ് കാണാം. കോസ്റ്റ് ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ ഇഫ് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് 3%. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. ലാസ്റ്റ് 50 ഇയറിൽ വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കുക. റേറ്റ് തന്നിട്ടുണ്ട്. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? 4th ഇയറിൽ വെച്ചിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ വാല്യൂവിൽ ഈ ഗ്രോത്ത് റേറ്റ്, അതായത് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1.215 കിട്ടും. ആ 215 ഏത് ഇയറിലാണ് 5%ൻ്റെ ടേബിൾ വാല്യൂ വരാൻ നോക്കുക. ടേബിൾ വാല്യൂ നമുക്ക് വന്നിട്ട് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് 4th ഇയറാണ് അതിൻ്റെ ഗ്രോത്ത് വരാം. അത്രയും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ എം പി ഇൻറ്റു 100 പ്ലസ് ജി. അതായത് ഫ്യൂച്ചറിലേക്കാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം തന്നിട്ട് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്.
പിന്നെ ന്യൂ ഷെയറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ് ഈ പ്രോബ്ലത്തിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ, ഈ ഗ്രോത്ത് റേറ്റിൻ്റെ പ്രോബ്ലം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഈ കമ്പനി ഈസ് കൺസിഡറിങ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് ₹50 lakh ഫോർ എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. ദ റെലവൻറ്റ് ഇൻഫോർമേഷൻ: നമ്പർ ഓഫ് ഇക്വിറ്റി, existing equity shares 10 lakh, market value of existing share 60, net earnings 90 lakh. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 55 per ഷെയർ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ന്യൂ ഷെയർ ആൻഡ് കോസ്റ്റ് ഓഫ് ന്യൂ ഇഷ്യൂ വിൽ ബി 5 per ഷെയർ. സോറി, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അത് WACC മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെത്തേഡാണിത്. എക്സാമിന് ഇപ്പോഴും ചോദിക്കുന്ന മെത്തേഡാണ്. എക്സ് ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് എമൗണ്ട് ആൻഡ് സ്പെസിഫിക് കോസ്റ്റ്. എൻ്റെ അടുത്ത് നോക്കി, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പല മെത്തേഡ് ഓഫ് കോസ്റ്റ് ഉണ്ടാകും. ഡിബഞ്ചർ ഉണ്ടാകും, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും, പ്രിഫറൻസ് ഷെയർ ഉണ്ടാകും, ഇക്വിറ്റി ഉണ്ടാകും, ലോൺ ഉണ്ടാകും. ഇതിന് ഓരോന്നിനും നമ്മൾ വെയിറ്റ് കൊടുക്കും. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏത്, ഏറ്റവും കുറവ് എന്നുള്ളതിൻ്റെ അനുസരിച്ച് ഓരോന്നിനും വെയിറ്റ് കൊടുക്കും. ആ വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ചെയ്താൽ ആണ് നമുക്ക് ടോട്ടൽ വെയിറ്റ് കോസ്റ്റ് കിട്ടുക. വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻറ്റു വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ, പ്രിഫറൻസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, ഡെറ്റ് ഉണ്ട്. ഓരോന്നിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. പ്രിഫറൻസ് 1,50,000, ഇക്വിറ്റി 3 lakh, റീറ്റെയിൻഡ് ഏർണിങ്സ് 2 lakh, ഡെറ്റ് 1 lakh. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 1.75, 14. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇല്ല. കാരണം എന്താ? നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന ഭാഗമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ ദർ ഇസ് നോ മാർക്കറ്റ് വാല്യൂ. ഡെറ്റ് 1,20,000. പിന്നെ അതിൻ്റെ സ്പെസിഫിക് കോസ്റ്റാണ് തന്നിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയറിന് 13% ഡിവിഡൻഡ്. ഇക്വിറ്റി ഷെയറിന് നമ്മൾ ഡിവിഡൻഡ് 18% വരെ കൊടുക്കാറുണ്ട്. റീറ്റെയിൻഡ് ഏർണിങ്സിന് കൊടുക്കണില്ല, നമ്മളുടെ കയ്യിൽ വെച്ചേക്കുന്ന കാരണം. പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സ് കൊടുക്കണമെങ്കിൽ ആർക്കേ കൊടുക്കുകയുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുകയുള്ളൂ. ആ 18% കൊടുക്കണം. ഡെറ്റിന് 15%. ഇപ്പോൾ ബുക്ക് വാല്യൂവിലും മാർക്കറ്റ് വാല്യൂവിലും അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ എളുപ്പമാണ്. പ്രിഫറൻസ് ഷെയർ ഓരോന്നും നമ്മൾ ഓർഡറിൽ എടുത്ത് എഴുതുക. പ്രിഫറൻസ്, ഇക്വിറ്റി, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡെറ്റ്, അതിൻ്റെ ബുക്ക് വാല്യൂ എടുത്ത് എഴുതുക. ഫസ്റ്റത്തെ നമ്മൾ ബുക്ക് വാല്യൂവിലെ കാണണം. സ്പെസിഫിക് കോസ്റ്റ്, പ്രിഫറൻസിൻ്റെ 13, ഇക്വിറ്റിയുടെ 18, റീറ്റെയിൻഡ് ഏർണിങ്സ് ഈക്വൽ ടു ഇക്വിറ്റിയാണ്, അതുകൊണ്ട് 18 തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഡെറ്റിൻ്റെ 11. വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ബുക്ക് വാല്യൂ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ എത്രയുണ്ടെന്ന് നോക്കിയാൽ ബുക്ക് വാല്യൂ 1,50,000, 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം കൂട്ടുമ്പോൾ 7,50,000 ഉണ്ട്. പ്രിഫറൻസ് ഷെയറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് 1,50,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100, 20% അതിൻ്റെ വെയിറ്റ്. ഇക്വിറ്റിയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 3 lakh ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100, ദാറ്റ് ഇസ് 40,000. റിട്ടേൺ ഏർണിങ്സിൻ്റെ കണ്ടുപിടിക്കാൻ 2 lakh ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. ഇങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ വെയിറ്റും കോസ്റ്റും, അതായത് 20 ഇൻറ്റു 13% 2.6 കിട്ടാം. 40 ഇൻറ്റു 18 7.2 കിട്ടും. 26.66 ഇൻറ്റു 18 4.8 കിട്ടും. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. ഇപ്പോൾ WACC എന്ന് പറഞ്ഞാൽ 16.06% ആണ് വരുന്നത്. ഇതെപ്പോഴും പ്രോബ്ലത്തിൽ ചോദിക്കാറുള്ളത് 4 മാർക്കിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ചെയ്യാനും എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂവിൻ്റെ വെയിറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുക. ഇനി മാർക്കറ്റ് വാല്യൂവിൻ്റെ വെയിറ്റിൽ വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂവിന് പകരം മാർക്കറ്റ് വാല്യൂ നമ്മൾ എഴുതണം. 1.75, 14, വേറെ പ്രോബ്ലം 1.75, 14. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ 2 ലക്ഷം ആണെങ്കിൽ അത് വിൽക്കുമ്പോൾ എത്ര തന്നെ കിട്ടും? 2 ലക്ഷം തന്നെ കിട്ടും. ഡെറ്റിൻ്റെ 1.20 വെച്ച് ചെയ്യാം. ഇത് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ദെൻ ഈ പ്രോബ്ലം ഇത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്കുള്ള പ്രോബ്ലംസ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് WACCയുടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചേക്കാം കേട്ടോ.